നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഓങ്ങല്ലൂരിൽ ജീവൻ രക്ഷിച്ച് ബസ് ജീവനക്കാർ. കുഴഞ്ഞു വീണ യുവാവുമായി നേരെ ആശുപത്രിയിലേക്ക് അത്യാഹിത വിഭാഗത്തിലെത്തിച്ച് അടിയന്തര ചികിത്സ നൽകി. എറണാകുളം മെട്രോ സ്റ്റേഷനിൽ കോൺക്രീറ്റ് പാളി അടർന്നു വീണത് ഗൌരവതരം. വിഷയം പഠിക്കാൻ ഇന്റേണൽ ടീമിനെ നിയോഗിച്ചിട്ടുണ്ടെന്ന് മെട്രോ അധികൃതർ. നിർമ്മാണത്തിലെ അപാകതയാണോ കാരണമെന്ന് പരിശോധിക്കും. അടിയന്തരമായി പാച്ച് വർക്ക് തുടങ്ങിയിട്ടുണ്ടെന്നും വിശദീകരണം. കോട്ടയത്ത് കാണാതായ പോലീസ് ഉദ്യോഗസ്ഥൻ തിരികെയെത്തി. ഡ്യൂട്ടിയിൽ പ്രവേശിച്ച് രാജേഷിന് ജോലി സമ്മർദ്ദമെന്ന് കുടുംബത്തിന്റെ ആരോപണം. തൃശൂരിൽ കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ യുവാവിന് ഭാര്യ വീട്ടുകാരുടെ ക്രൂരമർദ്ദനം. മർദ്ദനമേറ്റത് ചേലക്കര സ്വദേശി സുലൈമാന്. ഭാര്യ പിതാവ് അറസ്റ്റിൽ. ഭാര്യയ്ക്കും അമ്മയ്ക്കുമെതിരെ കേസ്. ഇടുക്കി മാൻകുത്തിമേട്ടിലെ കാരുവാൻ പാർക്ക് നിർമ്മാണത്തിൽ ഉടമയ്ക്ക് തിരിച്ചടി. നിർമ്മാണം തുടരാൻ പാടില്ലെന്ന് കോടതി. ഭൂമി അളക്കാനും പട്ടയത്തെക്കുറിച്ച് പഠിച്ച് കോടതിയെ അറിയിക്കാനും ഗവൺമെന്റ് പ്ലീഡർക്ക് നിർദ്ദേശം. ഇടുക്കി മൂന്നാർ റോഡിൽ വീണ്ടും വാഹനത്തിന് അഭ്യാസ പ്രകടനം. യുവാക്കളുടെ സാഹസിക യാത്ര തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനത്തിൽ. വാർത്തകളിലേക്ക് വിശദമായി. പാലക്കാട് ബസ് യാത്രക്കിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട യുവാവിനെ ആശുപത്രിയിലെത്തിച്ച് ജീവൻ രക്ഷിച്ച് സ്വകാര്യ ബസ് ജീവനക്കാർ. ഓങ്ങല്ലൂരിൽ സർവീസ് നടത്തിവന്ന വാണിയംകുളം സ്വദേശി മണികണ്ഠൻ ബസ്സിനകത്ത് യുവാവ് കുഴഞ്ഞു വീഴുകയായിരുന്നു. വാണിയംകുളം സ്വദേശി മണികണ്ഠനെയാണ് ബസ് ജീവനക്കാർ ആശുപത്രിയിലെത്തിച്ചത്. യാത്രക്കാരെ പോലും ഇറക്കാതെ ബസ് നേരെ ആശുപത്രിയിലേക്ക് വിടുകയായിരുന്നു. ഉടൻ തന്നെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച യുവാവിന് ആവശ്യമായ ചികിത്സ നൽകി. എറണാകുളം എളംകുളം മെട്രോ സ്റ്റേഷനിൽ കോൺക്രീറ്റ് പാളി അടർന്നു വീണത് ഗൌരവമായി എടുത്തിട്ടുണ്ടെന്ന് കൊച്ചി മെട്രോ. വിഷയം പഠിക്കാൻ ഒരു ഇന്റേണൽ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. മഴ കാരണമാണോ നിർമ്മാണത്തിലെ അപാകതയാണോ എന്ന് പഠിക്കാനാണ് ടീമിനെ നിയോഗിച്ചത്. കോൺക്രീറ്റ് പൊളിഞ്ഞ ഇടങ്ങളിലെല്ലാം അടിയന്തരമായി പാച്ച് വർക്ക് തുടങ്ങിയിട്ടുണ്ടെന്നും കൊച്ചി മെട്രോ അധികൃതർ അറിയിച്ചു. തൃശൂരിൽ കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ യുവാവിനെ ഭാര്യയുടെ മാതാപിതാക്കൾ മർദ്ദിച്ചു. ചേലക്കര സ്വദേശി സുലൈമാനാണ് മർദ്ദനമേറ്റത്. ബലിപ്പെരുന്നാൾ ദിനത്തിൽ മക്കൾക്ക് സമ്മാനം കൊടുക്കാൻ വീട്ടിലെത്തിയതിനെ ചൊല്ലിയാണ് മർദ്ദനം. വധശ്രമത്തിന് സുലൈമാന്റെ ഭാര്യ അറസ്റ്റ് ചെയ്തു. ഭാര്യയ്ക്കും ഭാര്യ മാതാവിനുമെതിരെ കേസെടുത്തു. കോട്ടയത്ത് കാണാതായ പോലീസ് ഉദ്യോഗസ്ഥൻ തിരികെയെത്തി. വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI രാജേഷാണ് തിരികെയെത്തിയത്. രാജേഷ് ഇന്ന് രാവിലെ ഡ്യൂട്ടിയിൽ പ്രവേശിച്ചു. രാജേഷിന്റെ തിരോധാനത്തിന് പിന്നിൽ ജോലി സമ്മർദ്ദമാണെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. സംസ്ഥാനത്ത് ബലിപ്പെരുന്നാൾ ആഘോഷം തുടരുന്നു. മസ്ജിദുകളിൽ രാവിലെ പെരുന്നാൾ നമസ്കാരം നടന്നു. തിരുവനന്തപുരം പാളയത്ത് ഇമാം VP സുഹൈബ് മൗലവി നമസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സബ്ബിഹ് ഇസ്മ റബ്ബിക അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.
കോഴിക്കോടും നമസ്കാര ചടങ്ങുകൾ നടന്നു. മലപ്പുറത്ത് മാദിൻ ഗ്രാൻഡ് ജുമാ മസ്ജിദിൽ ജലീൽ സഖാഫി കടലുണ്ടി ഈദ് സന്ദേശം നൽകി. കൊച്ചിയിൽ കടവന്ത്ര സലഫി ജുമാ മസ്ജിദിൽ നടൻ മമ്മൂട്ടി ഈദ് നമസ്കാരം നടത്തി. ഷാഫി പറമ്പിൽ പട്ടാമ്പി ഓങ്ങല്ലൂർ കാരക്കാട് പള്ളിയിൽ പ്രാർത്ഥന നടത്തി. കാസർഗോഡ് ജില്ലയിൽ പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. തളങ്കര മാലിക് ദിനാർ മസ്ജിദിൽ അബ്ദുൾ മജീദ് ബാഖവി നേതൃത്വം നൽകി. പരവനടുക്കം ആലിയ മസ്ജിദിൽ KP ഖലീലുർ റഹ്മാൻ നഖ്വി, ചെമ്മനാട് ജമാഅത്ത് ജുമാ മസ്ജിദിൽ അബ്ദുറഹ്മാൻ ദാരിമി, കാസർഗോഡ് മുബാറക് മസ്ജിദിൽ അബ്ദുൾ റസാഖ് അബ്രാൻ, കാസർഗോഡ് ഇസ്ലാമിക് സെന്റർ മസ്ജിദിൽ മുഹമ്മദ് ത്വാഹിർ എന്നിവർ നേതൃത്വം നൽകി. ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് പ്രവാസി വ്യവസായിയായ മലപ്പുറം കോഡൂരിലെ ഡോക്ടർ KT റബീബുള്ള ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. ഗ്രാമവാസികൾക്കായി ആയിരക്കണക്കിന് ഭക്ഷ്യക്കിറ്റുകളാണ് പെരുന്നാൾ സമ്മാനമായി വിതരണം ചെയ്തത്. ഓരോ വീടുകളിലും എത്തിച്ചാണ് വിഭവസമൃദ്ധമായ പെരുന്നാൾ വിരുന്നിനുള്ള എല്ലാ ഇനങ്ങളും ഉൾപ്പെട്ട കിറ്റ് ഓരോ വീടുകളിലും എത്തിച്ചാണ് റബിയുള്ള ചേർത്തുപിടിക്കലിന്റെയും പെരുന്നാൾ മധുരം പങ്കുവച്ചത്. മതേതരത്വവും സ്നേഹവും സഹോദര്യവും കാത്തുസൂക്ഷിക്കാൻ മനുഷ്യൻ എക്കാലത്തും പ്രതിജ്ഞാബദ്ധനാണെന്ന സന്ദേശമാണ് പെരുന്നാളിനും ഓണത്തിനുമൊക്കെ ഇദ്ദേഹം നൽകുന്ന ഭക്ഷ്യക്കിറ്റുകൾ ഓർമ്മപ്പെടുന്നത്. മതഭേദമന്യേ കോഡൂർ ഗ്രാമത്തിലെ വീടുകളിൽ പതിവ് തെറ്റാതെ ഇത്തവണയും KT റബിയുള്ളയുടെ പെരുന്നാൾ സമ്മാനമെത്തി. കഴിഞ്ഞ 25 വർഷത്തിലേറെയായി റബിയുള്ള ഈ പെരുന്നാൾ സമ്മാനം നൽകി വരുന്നുണ്ട്. ഓണായാലും പെരുന്നാളായാലും ഈ സാറ് നമുക്ക് എല്ലാതും ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് തരുന്നുണ്ട്. പിന്നെ പാവപ്പെട്ടവർക്ക് നല്ല കുടുംബത്തിൽ പാവപ്പെട്ട പൈസേൻ്റെ അത്യാവശ്യത്തിനനുസരിച്ച് ചോദിച്ചാൽ അതും കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. സഹായങ്ങളൊക്കെ നല്ലോണം കിട്ടുന്നുണ്ട് ഞങ്ങളെ ഈ കോഡൂർ പഞ്ചായത്തിലെ മുഴുവൻ വീട്ടുകൾക്കും. ഞങ്ങൾക്കൊക്കെ ഇത് പിന്നെ റബിയുള്ളൊക്കെ ഒരു ദൈവതുല്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അത്ര സഹായമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഓണം, പെരുന്നാൾ, ക്രിസ്മസ് തുടങ്ങിയ ആഘോഷനാളുകളിലെ കിറ്റുകളിലൂടെ മാത്രമല്ല റബിയുള്ളയുടെ കൈത്താങ്ങ്. കിടപ്പ് രോഗികൾക്കും മറ്റു രോഗദുരിതങ്ങൾ പേറുന്നവർക്കും വീടില്ലാത്തവർക്കും എന്നുവേണ്ട ജീവിതവേദനയിൽ ഉരുകുന്ന ആർക്കും അത്താണി കൂടിയാണ്. 700-ലധികം ഡോക്ടർമാർ ഉൾപ്പെടെ 10,000-ൽ പരം പേർ തൊഴിലെടുക്കുന്ന പ്രവാസി സംരംഭത്തിന്റെ ഉടമ കൂടിയായ KT റബീഉള്ള. 21 വർഷമായി ആരംഭിച്ചതാണ് ഇന്നും നൽകി വരുന്നത്. അത് എൻ്റെ മരണം വരെ ഞാൻ നൽകുന്നതാണ്. മറ്റുള്ളവരുടെ സങ്കടങ്ങൾക്കും പ്രയാസങ്ങൾക്കും തന്നാലാവും വിധത്തിൽ പരിഹാരം കണ്ടെത്തുക എന്ന ദൗത്യം കൂടിയാണ് റബീഉള്ള ലക്ഷ്യമിടുന്നത്. ന്യൂസ് 18 മലപ്പുറം. ഏറെ ഇഷ്ടപ്പെട്ടത് ത്യജിച്ചും സ്രഷ്ടാവിൽ സമർപ്പിച്ചും മോക്ഷം പ്രാപിക്കാനുള്ള പ്രതിജ്ഞ പുതുക്കുന്ന മാനവ ഐക്യത്തിന്റെ ആഘോഷമാണ് ബലിപ്പെരുന്നാളെന്ന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അഹന്തയെ ദൂരെ എറിഞ്ഞ് അപരന്റെ സങ്കടങ്ങളെ നെഞ്ചേറ്റി സാന്ത്വനം പകരാനും അവരെ ചേർത്ത് പിടിക്കാനും നമുക്ക് കഴിയണം. ത്യാഗത്തിലൂടെയും സമർപ്പണത്തിലൂടെയും പരമമായ വിജയ തീരത്തെ കടുക്കാനുള്ള വിശുദ്ധ ദിനങ്ങൾ സ്നേഹ കൈമാറ്റത്തിലൂടെയും അപര സാന്ത്വനത്തിലൂടെയും ധന്യമാക്കണമെന്നും തങ്ങൾ അഭ്യർത്ഥിച്ചു. ബലിപെരുന്നാളിൽ നമുക്ക് സന്തോഷിക്കാം. അള്ളാഹു നമുക്ക് സന്തോഷത്തിന് നൽകിയ 2 പെരുന്നാളുകളാണ്, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. നമ്മുടെ ആഘോഷത്തിന് വേണ്ടി അള്ളാഹു നൽകിയിട്ടുള്ളതാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ആ ബലിപെരുന്നാളിൽ നമുക്ക് സന്തോഷിക്കാം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വീണ്ടും വാഹനത്തിലെ അഭ്യാസ പ്രകടനം. തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനത്തിലാണ് 3 യുവാക്കൾ സാഹസിക പ്രകടനം നടത്തിയത്. കാറിന്റെ വിൻഡോയിലിരുന്ന് സഞ്ചരിക്കുന്ന വീഡിയോ പുറത്തുവന്നു. ദേശീയപാതയിലെ ഗ്യാപ് റോഡിനും മൂന്നാറിനും ഇടയിലെ പാതയിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരുന്നു സംഭവം. പിന്നിലെ വാഹനത്തിലെത്തിയവരാണ് വീഡിയോ പകർത്തിയത്. കഴിഞ്ഞ ദിവസം കേരള രജിസ്ട്രേഷനിലുള്ള വാഹനത്തിൽ യുവാക്കൾ അഭ്യാസ പ്രകടനം നടത്തിയത് വാർത്തയാവുകയും MVD അന്വേഷണം തുടങ്ങുകയും ചെയ്തിരുന്നു. ഇടുക്കി നെടുങ്കണ്ടം മാൻകുത്തിമേട്ടിൽ സർക്കാർ ഭൂമി കയ്യേറിയുള്ള കാരവാൻ പാർക്ക് നിർമ്മാണത്തിൽ ഹൈക്കോടതിയെ സമീപിച്ച ഉടമയ്ക്ക് തിരിച്ചടി. നിർമ്മാണം തുടരാൻ പാടില്ലെന്ന് കോടതി ഭൂമി അളക്കാനും
പട്ടയത്തെക്കുറിച്ച് പഠിച്ച് കോടതിയെ അറിയിക്കാനും ഗവൺമെന്റ് പ്ലീഡർക്ക് നിർദ്ദേശവും നൽകി. കേരള തമിഴ്നാട് അതിർത്തിയായ മാൻകുത്തിമേട്ടിൽ റവന്യൂ വകുപ്പിന്റെ സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ചാണ് കാരവാൻ പാർക്ക് നിർമ്മാണം നടന്നത്. കയ്യേറ്റം നടന്നതിനൊപ്പം സ്ഥല ഉടമയായ ബിപിൻ വിജയകുമാറിന്റെ പേരിലുള്ള ആധാരത്തിലും റവന്യൂ രേഖകളിലുമുള്ള സർവേ നമ്പറുകളിൽ വ്യത്യാസവും ഉണ്ട്. നിർമ്മാണം തുടരുന്നതിനായാണ് ഉടമ കോടതിയെ സമീപിച്ചത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരാൻ പാടില്ലെന്ന് കോടതി നിർദ്ദേശിച്ചു. തുടർന്നാൽ കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. മലപ്പുറം താനൂരിൽ പോലീസിനെതിരെ പ്രതിഷേധ പ്രകടനവുമായി CPM. താനൂർ ഏരിയ കമ്മിറ്റി അംഗം M. അനിൽകുമാറിന്റെ വീട് കയറി പോലീസ് അതിക്രമം കാണിച്ചെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം E. ജയൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ബാലരാമപുരത്ത് യുവാവിനെ കുത്തിക്കൊന്ന കേസിൽ പ്രതി പിടിയിൽ. ബാലരാമപുരം വഴിമുക്ക് പച്ചിക്കോട് സ്വദേശി കുമാറാണ് പിടിയിലായത്. ഇന്നലെ വൈകിട്ടായിരുന്നു ആലുവിള സ്വദേശി ബിജുവിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. കൊലപാതക കാരണം പ്രതി വെളിപ്പെടുത്തിയിട്ടില്ല. മുൻ വൈരാഗ്യമാണ് കൊലപാതക കാരണമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. പ്രതിയെ ചോദ്യം ചെയ്യാനായി ഉന്നത പോലീസ് സംഘമെത്തും. വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ബിജുവിനെ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തുകയായിരുന്നു. ബിജുവും കുമാറും സുഹൃത്തുക്കളായിരുന്നു. ഇന്നലെ രാവിലെ ഇരുവരും ഒരുമിച്ചിരുന്ന് മദ്യപിച്ചിരുന്നു. ബിജുവിന്റെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ ഭാര്യയും ബന്ധുക്കളും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ വിശപ്പ് രഹിത ആശുപത്രി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. നവീകരിച്ച അടുക്കളയുടെയും ഭക്ഷണ വിതരണ സംവിധാനങ്ങളുടെയും ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. കോതമംഗലം നഗരസഭാ ചെയർമാൻ KK ടോമി അധ്യക്ഷനായിരുന്നു. എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് ആശുപത്രി ലോഗോ പ്രകാശനവും മുഖ്യപ്രഭാഷണവും നടത്തി. വിവിധ സ്കൂളുകൾ പദ്ധതിക്കായി സ്വരൂപിച്ച ഫണ്ട് ജില്ലാ കളക്ടർ ഏറ്റുവാങ്ങി. പീസ് വാലി ചെയർമാൻ PM അബൂബക്കർ പാലിയേറ്റീവ് പരിചരണ സന്ദേശം നൽകി. ആശുപത്രി കിച്ചൺ നവീകരണത്തിന് പൂക്കുഴി കുടുംബം നൽകിയ ഫണ്ട് PM ബഷീറിൽ നിന്നും ആന്റണി ജോൺ MLA ഏറ്റുവാങ്ങി. ആശുപത്രിയിൽ ഭക്ഷണ വിതരണം ഏറ്റെടുത്തിരിക്കുന്ന വിവിധ സംഘടനകളെയും വ്യക്തികളെയും ചടങ്ങിൽ ആദരിച്ചു. പദ്ധതിയുടെ തുടർ നടത്തിപ്പിനായി കൂടുതൽ സംഘടനകളും വ്യക്തികളും ഈ പദ്ധതിയുമായി സഹകരിക്കണമെന്ന് ജില്ലാ കളക്ടർ ആഹ്വാനം ചെയ്തു. തിരുവനന്തപുരം കുറ്റിച്ചലിൽ JCB ഉടമയെ ആക്രമിച്ച് മോഷ്ടാക്കൾ. മോഷണ മുതലുമായി എത്തിയ വാഹനം ഇന്ധനം തീർന്നതിനെ തുടർന്ന് അടുത്ത് കിടന്ന JCBയിൽ നിന്നും ഡീസൽ മോഷ്ടിച്ചു. ഇയാളെ പിടികൂടാൻ പിന്നാലെ പോയ JCB ഉടമ വിജേഷിനെയാണ് ആക്രമിച്ചത്. കുറ്റിച്ചൽ ചന്തയ്ക്ക് സമീപം മോഷണ മുതലുമായി വന്ന മോഷ്ടാവിനെ കുറ്റിച്ചൽ പരുത്തിപ്പള്ളി സ്കൂളിന് മുന്നിൽ വെച്ച് നടുറോഡിൽ സ്കൂട്ടർ വെച്ച് തടയുകയായിരുന്നു. തുടർന്ന് ഉടമ കാറിന് സൈഡിലെത്തിയതും കാർ ഓടിച്ചയാൾ സ്കൂട്ടറിനെ ഇടിച്ച് റോഡിലൂടെ 3 കിലോമീറ്റർ വലിച്ചുകൊണ്ടു പോയതായാണ് പരാതി. പിന്നീട് മറ്റൊരു ബൈക്കിൽ കടന്നുകളഞ്ഞ അടുത്ത വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് എടുത്ത് കടന്നുകളഞ്ഞു. വെളുപ്പാങ്കാലത്ത് 4 മണിക്കാണ് സംഭവിച്ചത്. ഞാൻ വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പം ഒരു പയ്യൻ വന്ന് വിളിച്ച് കാക്കാൻ ഞാൻ ഒരു വണ്ടി സ്കൂട്ടറായിട്ട് വീട്ടിടെ കിടക്കുകയാണ്. അപ്പോൾ ഇറങ്ങി നോക്കിയപ്പോൾ ഇതുപോലെ കിടക്കുകയാണ്. പിന്നെ അന്വേഷണത്തിൽ വന്നപ്പം കുറ്റിച്ചൽ നിന്നും ഈ കാറുകാരൻ JCBയിൽ നിന്ന് ഡീസൽ ഊറ്റുകയായിരുന്നു. ഊറ്റി രാവിലെ ഒരു ഓട്ടത്തിന് വേണ്ടി JCB ഡ്രൈവർ വന്നപ്പോൾ ഊറ്റിക്കൊണ്ടിരിക്കുന്നു. അവനെ കണ്ടുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. പോയി വേറൊരു സ്ഥലത്തുകൊണ്ട് വണ്ടി നിർത്തിയപ്പോൾ ഇവൻ കൊണ്ട് ബൈക്ക് കൊണ്ട് ഫ്രണ്ടിൽ നിർത്തിയായിരുന്നു. നിർത്തിയപ്പോൾ ആ ബൈക്കിനെ ഇടിച്ചിട്ട് ഏകദേശം 3 കിലോമീറ്ററോളം ബൈക്കുമായിട്ട് നിരങ്ങി ഇവിടെ വന്നു. ഇതൊരു ബൈ റോഡെന്നും പറഞ്ഞാണ് കയറി വന്നത്. എൻ്റെ വീട്ടിടയിലാണ് കൊണ്ട് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇട്ടിട്ട് നേരെ എൻ്റെ കടയുടെ മേളിൽ കൂടെ കയറി അപ്പുറത്ത് ചെന്നിട്ട് അവിടെ നിന്ന് ഒരു ബൈക്ക് മോഷ്ടിച്ചാണ് ഈ കള്ളൻ രക്ഷപ്പെട്ടിരിക്കുന്നത്. പിന്നെ കള്ളനൊരു ക്ഷേത്രമോഷണം എന്നാണ് തോന്നുന്നത്. ക്ഷേത്രത്തിൽ ഒരുപാട് വിഗ്രഹങ്ങളും കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്ത് കാണുന്നുണ്ട്. മോഷണത്തിൻ്റെ ബാക്കി സാധനങ്ങളും മറ്റേ ലിവറും അതിതെല്ലാം വണ്ടിക്കകത്തിരിപ്പുണ്ട്. ഊറ്റിയ ഡീസലും വണ്ടിക്കകത്തുണ്ട്. കാസർഗോഡിന്റെ എയിംസ് എന്ന സ്വപ്നത്തിന് വീണ്ടും ചിറകുമുളയ്ക്കുന്നു. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ എയിംസിനായി ഇടപെടുമെന്ന വാഗ്ദാനമാണ് കാസർഗോഡിന് പ്രതീക്ഷ നൽകുന്നത്. കാസർഗോഡിന് എയിംസ് എന്ന ആവശ്യം ശക്തമായിരുന്നു. ഇതിനായി ജനകീയ കൂട്ടായ്മ രൂപീകരിക്കുകയും ശക്തമായ പ്രക്ഷോഭം നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും എയിംസ് ചർച്ചകളിൽ നിറയുകയാണ്. എയിംസ് കേരളത്തിന് അനുവദിക്കുമ്പോൾ കാസർഗോഡിനെ പരിഗണിക്കണമെന്നുള്ളത് പൊതുവായ ആവശ്യമാണെന്നും പുതിയ കേന്ദ്രമന്ത്രിസഭയിലെ കേരളത്തിൽ നിന്നുള്ളവരുടെ സമ്മർദ്ദമുണ്ടായാൽ എയിംസ് കാസർഗോഡ് എത്തുമെന്നാണ് പ്രതീക്ഷയെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നു. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ മന്ത്രിസഭ നിലവിൽ വന്ന സാഹചര്യത്തിൽ കേരളത്തിൽ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ കുര്യൻ അവർകളും മന്ത്രിയായ സാഹചര്യത്തിൽ അവർക്ക് കാസർഗോഡിന് അനുകൂലമായിട്ടുള്ള പ്രപ്പോസൽ
കേരള സർക്കാരിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തി ഒരു രാഷ്ട്രീയ തീരുമാനമുണ്ടാക്കി നേടിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഉടനടി ഇവരുടെ സമ്മർദ്ദം കൂടി ഉണ്ടായാൽ കാസർഗോഡ് ജില്ലയ്ക്ക് അതുപോലെ കാസർഗോഡിൻ്റെ പരിസര പ്രദേശങ്ങളിലെ 8ഓളം മെഡിക്കൽ കോളേജിലുള്ള റഫറൽ ആശുപത്രിയായി എയിംസ് മെഡിക്കൽ കോളേജിനെ കാസർഗോഡ് കൊണ്ടുവരാൻ സാധിക്കും. എയിംസ് വരുന്നതോടുകൂടി കാസർഗോഡിൻ്റെ വികസനത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. കാരണം ഇവിടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ അതോടുകൂടി ലഭ്യമാകും. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിക്ഷേപം നടത്തുന്ന കാസർഗോട്ടുകാർ പിന്നീടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കാസർഗോട്ടേക്ക് മാറ്റുകയും കാസർഗോഡിൻ്റെ വലിയ രീതിയിലുള്ള വികസന മുന്നേറ്റത്തിൻ്റെ ഭൂപടത്തിൽ ഇടം പിടിക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കേന്ദ്രമന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ് പ്രപ്പോസൽ കൊടുക്കുന്ന കാര്യത്തിലൊക്കെ ഉണ്ടായാൽ കാസർഗോഡിന് വലിയ ഒരു അനുഗ്രഹമായിരിക്കും ഇക്കാര്യത്തിൽ ലഭ്യമാകുക. എൻഡോസൾഫാൻ തളിച്ചതിന്റെ ഫലമായി സമാനതകളില്ലാത്ത ആരോഗ്യ പ്രശ്നങ്ങളാണ് കാസർഗോട്ടെ വലിയൊരു വിഭാഗം നേരിടുന്നത്. മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കാതെ പലരും മരണത്തിന് കീഴടങ്ങി. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിക്കുന്ന എയിംസ് പ്രപ്പോസലിൽ കാസർഗോഡ് ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാകുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. ദോശപ്രേമികളെ കാത്തൊരു കിടിലൻ കടയുണ്ട് തിരുവനന്തപുരത്ത്. വെഞ്ഞാറമൂട് ആറ്റിങ്ങൽ റോഡിൽ മുക്കുന്നൂരിലെ ശ്രീ ആര്യാസ് ആണ് ദോശപ്രേമികളുടെ ഇഷ്ടക്കട. ഇവിടുത്തെ ദോശ തേടി നിരവധി പേരാണ് എത്തുന്നത്. വർഷങ്ങളായി വെജിറ്റേറിയൻ ഭക്ഷണം നൽകുന്ന സ്ഥാപനമാണ് മുക്കുന്നൂരിലെ ആര്യാസ്. രാവിലെയാണ് തിരക്കേറെ. ബ്രേക്ക്ഫാസ്റ്റ് മെനുവിൽ ദോശയും വടയും സാമ്പാറും ചട്നികളും. ആവി പറക്കുന്ന ഇഷ്ടം പോലെ വിഭവങ്ങൾ വേറെയും. 2017 തമിഴ്നാട് സ്വദേശി ശരവണൻ ഹോട്ടൽ തുടങ്ങുന്നത്. ഹോട്ടലിലെ വിഭവങ്ങൾക്കെല്ലാം ഒരു തമിഴ് ടച്ച് ഉണ്ടെന്നാണ് ഇവിടെത്തുന്നവർ പറയുന്നത്. ഇവിടുത്തെ മസാല ദോശ വളരെ ക്രിസ്പിയാണെന്ന് ഇവിടെത്തുന്നവർ പറയുന്നു. പോക്കറ്റ് കാലിയാക്കുന്ന വില ഇവിടെ ഇല്ലെന്നതാണ് മറ്റൊരു പ്രത്യേകത. ന്യൂസ് 18 വെഞ്ഞാറമൂട്. അതിശയിപ്പിക്കുന്ന ഉച്ചാരണ ശുദ്ധിയോടെ ഖുറാനിലെ ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യുന്ന ഇന്ദുലേഖയെ പരിചയപ്പെടാം. കൊണ്ടോട്ടി മുണ്ടക്കുളം സ്വദേശിനിയും 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ ഇന്ദുലേഖ കേട്ട് പഠിച്ചതാണ് ഫാത്തിഹ സൂറത്ത്. അതീവ സ്ഫുടതയോടെ ഖുറാനിലെ അധ്യായമായ ഫാത്തിഹ സൂറത്ത് ഓതുകയാണ് ഇന്ദുലേഖ. അറബിക് ഭാഷയും ഖുറാനും പഠിച്ചിട്ടില്ലാത്ത ഈ കൊച്ചുമിടുക്കി കേട്ടു പഠിച്ചതാണ് ഫാത്തിഹ സൂറത്ത്. UKG മുതൽ കൊണ്ടോട്ടി എക്കാപ്പറമ്പ് മർക്കസുൽ ഉലൂം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ച ഇന്ദുലേഖ സ്കൂളിലെ ദിവസവുമുള്ള പ്രാർത്ഥനയായ ഫാത്തിഹ സൂറത്ത് കേട്ടാണ് പാരായണം ചെയ്തു തുടങ്ങിയത്. രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിലെ അധ്യാപകനായ അസ്ഹർ ഇന്ദുലേഖ പാരായണം ചെയ്യുന്ന വീഡിയോ അയച്ചു കൊടുത്തപ്പോഴാണ് മകളുടെ ഈ കഴിവ് തിരിച്ചറിഞ്ഞതെന്ന് അമ്മ പറയുന്നു. ഇപ്പോൾ 3ാം ക്ലാസ്സിലാണ് ഇന്ദുലേഖ. ഫാത്തിഹയിൽ വെച്ചിട്ടാണ് അവിടുത്തെ പ്രെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം കൊയറായിട്ട് നമ്മൾ സാധാരണ സ്കൂളുകളിലൊക്കെ ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ ചൊല്ലുന്ന പ്രാർത്ഥനയുണ്ടാവും. മലയാളത്തിലുള്ള പ്രാർത്ഥനയുണ്ടായിരിക്കും. അപ്പോൾ ഈ ഫാത്തിഹ ആദ്യം കേൾക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് ഇതിനോടൊരു താല്പര്യം കൂടി. അപ്പോൾ ഒരു 2-3 വർഷമായിട്ട് അവളത് കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. പോരാത്തതിന് നമുക്ക് പാരൻസിന് അറബിക്കിനോട് വലിയ താല്പര്യമുണ്ട്. പഠിച്ചാൽ കൊള്ളാം എന്ന് തോന്നിയിട്ടുണ്ട് പല അവസരങ്ങളിലും. ഇപ്പോൾ ഏതൊരു ഭാഷയാണെങ്കിലും പഠിക്കുന്നത് നല്ലതാണല്ലോ, ഒരു അസറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറബിക്കിനും ഒന്ന് ഇരുത്തി നോക്കി, അറബിക്കിന് മാത്രമായിട്ട് ഒന്ന് ക്ലാസ്സിൽ ഇരുത്തി നോക്കി. അപ്പോൾ അവൾ പെട്ടെന്ന് ഇപ്പോൾ മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും അറബിക് ആണെങ്കിലും അതിൻ്റെ പ്രൊനൗൺസിയേഷൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന കുട്ടിയാണ്. പോരാത്തതിന് അഡീഷണലായിട്ട് അവൾക്ക് മ്യൂസിക്കിലും വലിയ താല്പര്യമാണ്. അപ്പോൾ ഇതിൻ്റെ വളരെ നല്ല ട്യൂണിലാണ് ഈ ഫാത്തിഹ മോർണിംഗിൽ കേൾക്കാം. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക അവൾ ക്രമേണ ഇത് പഠിച്ചു തുടങ്ങി. ചില സമയത്ത് പല സമയങ്ങളിലും അവൾ വീട്ടിൽ നിന്ന് ഇത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. അധ്യാപികയായ അമ്മ വർഷയും സ്വകാര്യ കമ്പനി ജീവനക്കാരനായ അച്ഛൻ ഷിജുവും കലാകാരാണ്. അമ്മ വർഷ സംഗീതത്തിലും ഷിജു അനുകരണ കലയിലുമാണ് ശ്രദ്ധേയർ. സംഗീതം ഇഷ്ടമുള്ള ഇന്ദുലേഖ 2.5 വയസ്സ് മുതൽ മാതാപിതാക്കൾക്കൊപ്പം പാടാൻ ആരംഭിച്ചിരുന്നു. ഏതു ഭാഷയും അനായാസം മനസ്സിലാക്കുന്ന ഇന്ദുലേഖയ്ക്കും അച്ഛനമ്മമാർക്കും അറബിക് ഭാഷയോടാണ് താല്പര്യം. ന്യൂസ് 18 തിരൂർ. ഇടവേള.
എല്ലാം പറയുന്നത്. വാർത്തകൾ തുടരുന്നു. കൊച്ചി പനമ്പള്ളി നഗറിൽ വീട് കുത്തിത്തുറന്ന മോഷണം. രവിപുരം റെയിൽവേ ഗേറ്റിന് സമീപമാണ് സംഭവമുണ്ടായത്. ഇതര സംസ്ഥാനക്കാരായ 2 മോഷ്ടാക്കളുടെ ചിത്രം CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. മാരകായുധങ്ങളുമായി എത്തിയാണ് മോഷണം നടത്തിയത്. വീട്ടുടമ മുംബൈയിൽ പോയിരുന്നു. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുന്നു. നവമി ദിനേശിന്റെ റിപ്പോർട്ടിലേക്ക്. ശനിയാഴ്ച പുലർച്ചെയാണ് ലൂയിസ് ഫിലിപ്പ് എന്ന വ്യക്തിയുടെ വീട്ടിൽ മോഷണം നടന്നത്. CCTV പരിശോധിച്ചതിൽ നിന്നാണ് മോഷണ വിവരം കുടുംബം അറിയുന്നത്. ഇവർ വ്യാഴാഴ്ച മകന്റെ വീട്ടിലേക്ക് മുംബൈയിലുള്ള മകനെ കാണാൻ വേണ്ടി പോയിരുന്നു. നാളെ മാത്രമേ തിരിച്ചെത്തൂ. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കൃത്യമായി ഈ വീട്ടിൽ മോഷണം നടത്തിയതെന്നുള്ള നിഗമനത്തിലാണ് പോലീസ് എത്തിയത്. ഈ വീട്ടിന് സമീപത്ത് താമസിച്ചിരിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളിലെ 2 പേരെ ആണ് പോലീസിന് സംശയമുള്ളത്. ഈ CCTV ദൃശ്യങ്ങളിൽ നിന്നും ആണ് ഈ ഇതര സംസ്ഥാന തൊഴിലാളികളായ 2 യുവാക്കളാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തുകയും ചെയ്തത്. വീട് ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം. വീട്ടിൽ ആരുമില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ 2 യുവാക്കൾ മതിൽ ചാടിക്കടന്ന് വീട്ടിന്റെ ഉള്ളിലേക്ക് കയറിയേക്കും. അവിടെ നിന്ന് വീടിന്റെ വാതിലുകൾ അടക്കം കുത്തിപ്പൊളിച്ചാണ് മോഷണം നടത്തിയിരിക്കുന്നത്. കയ്യിൽ മാരകായുധങ്ങളും കരുതിയിട്ട് തന്നെയാണ് ഈ മോഷ്ടാക്കൾ എത്തിയത്. എന്തായാലും പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. വീട്ടിൽ നിന്ന് എത്ര രൂപയാണ് മോഷണം പോയതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഈ വീട്ടുടമ ഒരു തടി വ്യാപാരി കൂടിയാണ്. അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാശ് കയ്യിൽ കിട്ടിയിരുന്നു. ഇത് വീട്ടിൽ സൂക്ഷിച്ചതിന് ശേഷമാണ് മുംബൈയിലേക്ക് പോയത്. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ മോഷണം നടന്നതെന്നൊരു നിഗമനത്തിൽ കൂടിയാണ് പോലീസ് എത്തി നിൽക്കുന്നത്. ഈ വീട്ടുടമ നാട്ടിലേക്ക് തിരിച്ചെത്തിയാൽ മാത്രമേ വീട്ടിൽ നിന്നും പണം മാത്രമാണോ മറ്റേതെങ്കിലും വസ്തുക്കൾ മോഷണം പോയിട്ടുണ്ടോ എന്ന് കൃത്യമായി അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും പോലീസ് അന്വേഷണം നടത്തുകയാണ്. ഈ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചും അതോടൊപ്പം സമീപത്ത് താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഈ ദൃശ്യങ്ങൾ കാണാൻ വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണ്. മുഖംമൂടി ധരിച്ചാണ് 2 യുവാക്കളും രാത്രി വീട്ടിലേക്ക് മതിലുകൾ ചാടിക്കടന്ന് വീട്ടിന്റെ ഉള്ളിലേക്ക് വരികയും ഈ വീട്ടിലെ അലമാരകളും ഒപ്പം കതകും ഒക്കെ കുത്തിപ്പൊളിച്ചത്. വീട്ടിന്റെ അലമാരയിൽ ഇരുന്ന വസ്ത്രങ്ങളെല്ലാം വലിച്ചു വാരി ഇട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കാണപ്പെട്ടത്. എന്തായാലും ഈ വീട്ടുടമയുടെ ബന്ധുക്കളൊക്കെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പോലീസിന് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുമുണ്ട്. എന്തായാലും വീട്ടുടമ നാളെ നാട്ടിലേക്ക് എത്തും. അതിനുശേഷം മാത്രമേ കൂടുതൽ ഈ എത്ര രൂപയാണ് മോഷണം പോയത്, സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു കൃത്യത വരികയുള്ളൂ. കഴിഞ്ഞ 10 വർഷത്തിനിടെ പച്ചക്കറി ഉൽപ്പാദനത്തിൽ മെച്ചപ്പെട്ട വില ലഭിച്ചിട്ടില്ലെന്ന് പാലക്കാട്ടെ കർഷകർ. ഉൽപ്പാദന ചെലവ് അനുദിനം വർദ്ധിക്കുമ്പോഴും ആനുപാതികമായി വില ലഭിക്കാതെ കർഷകർ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. മാർക്കറ്റിലെത്തുമ്പോൾ പച്ചക്കറി വില കുതിച്ചുയരുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ പച്ചക്കറി വില നോക്കുക. ഏറിയും കുറഞ്ഞുമങ്ങനെ നിൽക്കുകയായിരുന്നു. ഉൽപാദനം കുറയുമ്പോൾ കുത്തനെ വില ഉയരും. പക്ഷേ കർഷകർക്ക് കാര്യമായ മെച്ചമുണ്ടാകാറില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഉൽപാദന ചെലവ് 4 ഇരട്ടിയിലധികം വർദ്ധിച്ചു. തൊഴിലാളി വേതനം, പാട്ടത്തുക, വളം, കീടനാശിനി, കളനാശിനി എന്നിവയുടെ വില ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ഉപഭോക്താവ് കൂടിയ വില നൽകി മാർക്കറ്റിൽ നിന്ന് പച്ചക്കറി വാങ്ങുന്നുമുണ്ട്. ഇടനിലക്കാർക്കാണ് ഇവിടെ ലാഭം. കർഷകന് കിട്ടുന്നത് തുച്ഛമായ തുകയും. 1 കിലോ തക്കാളിക്ക് 50 രൂപയാണ് വിലയെങ്കിൽ കർഷകന് ലഭിക്കുന്നത് 20 രൂപ മാത്രം. ഉൽപാദന ചെലവാകട്ടെ 15 രൂപ മുതൽ 20 രൂപ വരെയും. ഇങ്ങനെയൊക്കെയാണ് വില നിലവാരം. എൻ്റെ കയ്യിൽ നിങ്ങൾ പറയുമ്പോൾ 2010 മുതലുള്ള ബില്ലുണ്ട്. അന്നത്തെ ബില്ലും ഇന്നത്തെ ബില്ലും നമുക്ക് എടുത്ത് നോക്കുമ്പോൾ ഒരു ചെറിയ മാറ്റം, 2 രൂപ 3 രൂപയുടെ മാറ്റം പച്ചക്കറി ഈ 10 കൊല്ലം 15 കൊല്ലത്തിൻ്റെ ഇടയിൽ ഗ്യാപ്പിൽ കയറിയിട്ടുള്ളൂ. അന്ന് മരുന്നും ആ പണിക്കൂലിയും വളവും ഇതൊക്കെ 3 ഇരട്ടിയായി കഴിഞ്ഞു. കൃഷിയൊന്നും നമ്മളിപ്പം ലാഭം എന്നൊന്നും പറയാൻ പറ്റില്ല. തക്കാളിക്ക് ഇപ്പോൾ എന്തെന്ന് അറിഞ്ഞില്ല. തക്കാളി നമുക്ക് ഉൽപ്പാദനം ചെലവ് തന്നെ 15 രൂപ 15, അത് കാലവർഷം പുറത്ത് 15, 18 17 ഒരു കാലത്തും 12, 10 ഉൽപ്പാദന ചിലവ് കുറയില്ല. ചിലവ് വിൽക്കണം തന്നെ ചിലപ്പോൾ താഴെ വരും. നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ 50 രൂപ വിൽക്കുകയാണെങ്കിൽ നമുക്കൊരു കസ്റ്റേജ് ഒരു 25 രൂപ കിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇടയിലുള്ള ആൾക്കാരെ കൊണ്ടുപോകും. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി വരവ് കുറഞ്ഞതോടെ വില ഉയർന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഇവിടുത്തെ കർഷകർക്ക് തുച്ഛമായ തുകയുടെ മാറ്റമേ ഉണ്ടാകുന്നുള്ളൂ എന്നതാണ് വസ്തുത. സർക്കാർ നേരിട്ട് പച്ചക്കറി സംഭരിക്കുമ്പോഴും കർഷകർക്ക് മാത്രം കാര്യമായ ഗുണമുണ്ടാകാറില്ല. പച്ചക്കറി വില കുതിച്ചുയരുമ്പോഴും
കർഷകർക്ക് ഇതിൻ്റെ ഗുണമൊന്നും കാര്യമായി തന്നെ ലഭിക്കുന്നില്ല. കാരണം ഇടനിലക്കാർ നല്ലൊരു പങ്കും കൊണ്ടുപോകുന്നു. ഉൽപാദന ചെലവ് അനുദിനം വർദ്ധിക്കുമ്പോഴും കർഷകർ ഇവിടെ കൃഷി നിലനിർത്താൻ വേണ്ടി വലിയ പോരാട്ടം തന്നെ നടത്തുകയാണ്. RV പുതൂരിൽ നിന്ന് ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം S വിനേഷ് കുമാർ, News 18. കൊല്ലം കൊട്ടാരക്കരയിലെ ക്ഷീരകർഷകന്റെ 5 പശുക്കൾ ചത്തത് വയർ വീങ്ങിയെന്ന് മൃഗസംരക്ഷണ വകുപ്പ്. 9 പശുക്കൾ അവശനിലയിലാണ്. നഷ്ടപരിഹാരമായി 50,000 രൂപ നൽകാമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചെങ്കിലും കർഷകനത് നിരസിച്ചു. ഹസ്ബുള്ളയുടെ ഫാമിലെ 5 പശുക്കളെ ചത്ത നിലയിലും 9 പശുക്കൾ അവശനിലയിലുമായിരുന്നു. കർഷകന് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായത്. സംഭവസ്ഥലം സന്ദർശിച്ച മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നഷ്ടപരിഹാരം നൽകുമെന്ന് അറിയിച്ചു. ഞാൻ രാവിലെ ബന്ധപ്പെട്ടു, ഇന്നലെ രാത്രി വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞെന്ന് വണ്ടി വിട്ടുകൊടുക്കാൻ. അന്നേരം അവിടെ നിന്ന് വണ്ടി വിളിച്ചു ഉച്ചയ്ക്ക് നടന്നില്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. നഷ്ടപരിഹാരമായി 50,000 രൂപ നൽകാമെന്ന് അറിയിച്ചെങ്കിലും കർഷകൻ നിരസിച്ചു. നമുക്കൊരു വിഷയം വേണ്ട, 15 പേർക്ക് മുണ്ട് ഉരിച്ചിട്ടുന്ന റോഡിരുന്ന പാവങ്ങൾ വരൂല്ലേ, സർക്കാരിന്റെ ഇത് 15 പേർക്കാണ്. ഇത്രയും നാൾ നമ്മൾ കഷ്ടപ്പെട്ടൊരു കളിയിൽ ഓരോ ഒന്നും തരാത്തമാരൊക്കെ വെളുന്നൽ പഞ്ചായത്ത് ആര് വന്ന് ഒരു കളിയിലിനോണ്ട് കൊടുത്തിട്ട് അവിടെ ഇരിപ്പുണ്ട്. എന്റെ പേപ്പർ ഇന്നും അവിടെ ഇരിപ്പുണ്ട്. പൊറോട്ടയും ചക്കയും തീറ്റയിൽ ചേർത്ത് നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് വയർ വീങ്ങി പശുക്കൾ ചത്തതെന്ന് മൃഗസംരക്ഷണ വകുപ്പ് സ്ഥിരീകരിച്ചു. പ്രവാസിയായിരുന്ന ഹസ്ബുള്ള 5 വർഷമായി പശുഫാം നടത്തി വരികയായിരുന്നു. 35 പശുക്കളാണ് ഫാമിൽ ഉണ്ടായിരുന്നത്. ന്യൂസ് 18 കൊട്ടാരക്കര. പ്രശസ്ത വിദ്യാഭ്യാസ ബ്രാൻഡായ ഐബിസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ബിരുദദാന ചടങ്ങ് തൃശൂരിൽ നടന്നു. ലോജിസ്റ്റിക്സ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഫിറ്റ്നസ് ട്രെയിനിംഗ്, ഏവിയേഷൻ, എഞ്ചിനീയറിംഗ് തുടങ്ങിയ സ്ട്രീമുകളിലെ 450-ലധികം വിദ്യാർത്ഥികൾ ബിരുദം ഏറ്റുവാങ്ങി. ഐബിസ് ഗ്രൂപ്പിന്റെ 124ാമത്തെ ബാച്ചിന്റെ ചടങ്ങാണ് നടന്നത്. ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6,625 രൂപ, പവന് 53,000 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5,530 രൂപ, പവന് 44,240 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ, കിലോഗ്രാമിന് 95,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.